നമസ്കാരം. ഇന്ത്യയിലെ എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം മേഖലയെ അടക്കി ഭരിക്കാൻ റിലയൻസ് ജിയോയുടെ പുതിയ സംരംഭം സജ്ജമായി കഴിഞ്ഞു. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുമായുള്ള ലയനം പൂർത്തിയായതായി റിലയൻസ് ഇൻഡസ്ട്രീസ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ജിയോ സ്റ്റാർ എന്ന പേരിൽ ഒരു പുതിയ വെബ്സൈറ്റും ഓൺലൈനിൽ കാണപ്പെടുന്നുണ്ട്. എന്നാൽ പുതിയ സംയുക്ത സംരംഭത്തിന്റെ പേരെന്താണെന്ന് ജിയോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിനെ ചൊല്ലി ഓൺലൈനുകളിൽ പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. ജിയോ സിനിമ, വയാക്കോം 18, ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ എന്നിവയിൽ നിന്നുള്ള കണ്ടന്റുകൾ ഒരുമിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് ഈ ലയനത്തിലൂടെ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, വയാക്കോം 18 മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ്, വാൾട്ട് ഡിസ്നി കമ്പനി എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ലയനത്തിലൂടെ ഉദയം ചെയ്തിരിക്കുന്നത്. ഇതിനായി 11,500 കോടി രൂപയാണ് റിലയൻസ് നിക്ഷേപിച്ചത്. ഇതിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് 16.34%, വയാക്കോം 18ന് 46.82%, ഡിസ്നിക്ക് 36.84% ഓഹരിയുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനാണ് പുതിയ സംയുക്ത സംരംഭത്തിന്റെ ഉടമസ്ഥത. നിലവിൽ ജിയോ സിനിമയാണ് റിലയൻസ് ജിയോയുടെ OTT പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നത്. ഈ ജിയോ സിനിമ പ്ലാറ്റ്ഫോമിലേക്ക് വയാക്കോം 18ന്റെ വൂഡിനെ സംയോജിപ്പിച്ചിട്ടുണ്ട്. ജിയോ സിനിമയ്ക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനും വേണ്ടിയുള്ള റിലയൻസിന്റെ പുതിയ സംരംഭമായ പുതിയ ജിയോ സ്റ്റാർ പ്ലാറ്റ്ഫോം ഉടൻ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിന്റെ കൃത്യമായ ലോഞ്ച് തീയതി റിലയൻസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയാണ് പുതിയ സംയുക്ത സംരംഭത്തിന്റെ മേധാവി. ജിയോ പ്ലസ് ഹോട്ട്സ്റ്റാർ സംയുക്ത സംരംഭത്തിന്റെ ചെയർപേഴ്സൺ നിത എം അംബാനി ആയിരിക്കുമെന്ന് റിലയൻസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു. ലയന പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള പുതിയ വിവരങ്ങളുമായി ജിയോ സ്റ്റാർ വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ ഒരു ചാനൽ ലിസ്റ്റ് ടാബ് ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ, ഹൈ ഡെഫിനിഷൻ എന്നിവയിൽ വിവിധ ഇന്ത്യൻ ഭാഷകൾക്കുള്ള സബ്സ്ക്രിപ്ഷൻ പാക്കുകളുടെ ഒരു ലിസ്റ്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പുതിയ ജിയോ OTT പ്ലാറ്റ്ഫോമിൽ ടെലിവിഷൻ വിഭാഗത്തിൽ സ്റ്റാർ കളേഴ്സ് എന്നിവയിൽ നിന്നുള്ള കണ്ടന്റുകളും ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ എന്നിവയും ഒന്നിച്ച് ലഭിക്കും. പ്രതിവർഷം 100-ലധികം TV ചാനലുകളും 30,000+ മണിക്കൂർ TV കണ്ടന്റുകളും ഇതിലുണ്ട്. നിലവിൽ ജിയോ സ്റ്റാർ വെബ്സൈറ്റിലെ സബ്സ്ക്രിപ്ഷൻ പാക്കുകളുടെ ലിസ്റ്റിൽ സ്റ്റാർ ഇംഗ്ലീഷ് പാക്കിന്റെ വില ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഹിന്ദി പാക്ക് തുടങ്ങുന്നത് പ്രതിമാസം 88 രൂപയിലാണ്. ജിയോ സ്റ്റാർ വെബ്സൈറ്റിൽ ലയന പ്രഖ്യാപനത്തിലേക്കുള്ള ലിങ്കുകളും പുതിയ സംയുക്ത സംരംഭത്തിന് പിന്നിലെ നേതൃത്വവും നൽകിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഔദ്യോഗിക പ്ലാറ്റ്ഫോമാണോ അതോ കോർപ്പറേറ്റ് വെബ്സൈറ്റ് ആയിരിക്കുമോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഈ സംയുക്ത സംരംഭത്തിന്റെ രൂപീകരണം ഇന്ത്യയുടെ എന്റർടൈൻമെന്റ് വ്യവസായത്തിൽ ഒരു പുതിയ യുഗം കുറിക്കുമെന്നാണ് റിലയൻസ് പറയുന്നത്.